വാർത്തകൾ വിശദമായി നോക്കാം. സോളാർ സമരം തീർന്നതിനു പിന്നിൽ രഹസ്യധാരണയെന്ന വിവാദ വെളിപ്പെടുത്തലുമായി മുതിർന്ന CPI നേതാവ് C. ദിവാകരൻ. ഉമ്മൻചാണ്ടി സർക്കാരും ഇടതുമുന്നണിയുമായി ധാരണയിലെത്തി. എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു. തുടർന്ന് ധാരണയിൽ എത്തിയെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും പാർട്ടി നേതാക്കൾ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇതിന് മുൻകൈ എടുത്തതെന്നും C. ദിവാകരൻ പറഞ്ഞു. ഞാനത് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. എന്തും നടക്കും. ഉമ്മൻചാണ്ടി കേന്ദ്രത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു. മിലിറ്ററി വന്നു. കേരളത്തിന് സെക്രട്ടേറിയറ്റ് ഡിക്ലെയർ ചെയ്തു ഹോളിഡേയ്സ് 2 ദിവസത്തേക്ക്. അപ്പോൾ വല്ലാത്ത ഒരു ഇത് വന്നു. ഞങ്ങളാണെങ്കിൽ നല്ല ഉറച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു. LDFുമായിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ് ആ ധാരണ അനുസരിച്ച് എന്നോട്, ഞാൻ സെക്രട്ടറിയിനടയിൽ ഇരിക്കുകയായിരുന്നു, എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞൊരു ധാരണ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തീരാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല. നിങ്ങൾ ഇതിന് കുഴപ്പമില്ല, പാർട്ടി തീരുമാനം LDF അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. AK സെൻറ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി കേട്ട് AKG സെൻറ്ററിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്ത് സംഭവിച്ചു എന്നുള്ളത്, ആ സമരം അങ്ങനെ കൊണ്ട് പോയാൽ എന്താണ്, ദോഷം ചെയ്യുമോ, അത് തിരിച്ചടി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും. ഒരു അൺവീൽഡിങ് സമരമായിരുന്നു. നിയന്ത്രണാതീതമായി എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ LDFിൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ട് ഒരു കണക്കിന് ആ സമയത്ത് അത് വിട്ടുരായത് നന്നായി പോയി. LDFിൻ്റെ ധാരണയാണോ CPM നേതൃത്വം കോൺഗ്രസ്? ഇല്ല, LDF ധാരണയാണത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്. പുള്ളി മുൻകൈ എടുത്ത് ജുഡീഷ്യൽ എൻക്വയറി എല്ലാം അംഗീകരിച്ചു. അല്ലാണ്ട് ജുഡീഷ്യൽ എൻക്വയറി വെച്ചത് അത് തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നത്. ആ ശിവരാജ് അയാൾ 4-5 കോടി രൂപയും വാങ്ങിച്ച് ഇന്നലെ ഒരു കാണാപ്പെടാന്നൊരു റിപ്പോർട്ട് വെച്ച് ഓരോരുത്തർ എത്ര തവണയാണ് സരിതയെ അല്ലേ, സരിതയല്ലേ എന്ന് സരിത ആരെല്ലാം ഉപയോഗിച്ചെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നത്. വേണുഗോപാൽ എത്ര തവണയാണ് ഉപയോഗിച്ചത്, അങ്ങനെ ഒരു റിപ്പോർട്ട് അതിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അതൊക്കെ പോയി ചീറ്റിപ്പോയി. അത് ആ സമരം അങ്ങനെ പോകുന്നത് അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാളങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ ഇവർ സമ്മതിച്ചില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചില്ല. അത് അങ്ങനെയാണ്. അത് പിന്നെ വേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചട്ടപ്പടി സമരങ്ങളാണ്. പല സമരങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുമുള്ളതല്ല. തൊഴിലാളി വർഗം കുറേ കൂടി ശക്തമായ അവരുടെ ഇടപെടൽ ഗവൺമെൻറ് തലത്തിലുണ്ടാവണം. തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചേനെയെന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും ദിവാകരൻ പറഞ്ഞു. എന്നാൽ ദിവാകരന്റെ വാദങ്ങൾ തള്ളി CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്ത് വന്നു. രഹസ്യ ഒത്തുതീർപ്പ് ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണം തന്നെയായിരുന്നു സമരത്തിന്റെ ആവശ്യമെന്നും ബാലൻ പ്രതികരിച്ചു. ജുഡീഷ്യൽ കമ്മീഷനാണ് ഞങ്ങൾ പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. അത് മാത്രമല്ല, അന്നൊരു കൺസിലിയേറ്ററി ഒരു ചർച്ച നടന്നിരുന്നു. തിരുവഞ്ചൂരായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന്. ജുഡീഷ്യൽ കമ്മീഷനെ അല്ല, രഹസ്യമായിട്ടുള്ളതല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി തന്നെ അതവിടെ പ്രഖ്യാപിച്ചല്ലോ. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാമെന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ശരി, ഓക്കെ. സോളാർ സമരം തീർത്തതിന് പിന്നിൽ രഹസ്യധാരണയെന്ന C. ദിവാകരന്റെ ആരോപണം തള്ളി KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല. തന്റെ അറിവിൽ ഒരു രഹസ്യധാരണയും ഉണ്ടായിട്ടില്ല. ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി പറയട്ടെ. UDFന് ഒന്നും ഒളിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലം അന്നത്തെ KPC അധ്യക്ഷനായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ഈ സമരം
വലിയ രീതിയിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ, സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിച്ചിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലൂടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഇടതുമുന്നണി ചെയ്തത്. എന്താണെന്ന് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന നേതാക്കൾ ഒരാളാണ് രമേശ് ചെന്നിത്തല. ശ്രീ രമേശ് ചെന്നിത്തല, ഈ സോളാർ സമരം അന്നത്തെ സർക്കാരിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയൊരു സമരമാണ്. പക്ഷേ പെട്ടെന്ന് ആ സമരം അവസാനിക്കുന്നു. ഇപ്പോൾ ആ സമരത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന അന്നത്തെ CPI നേതാവ് ദിവാകരൻ പറയുന്നത് ഇത് രഹസ്യധാരണ അടിസ്ഥാനത്തിലാണ് ഈ സമരം തീർത്തതെന്നാണ്. അന്നത്തെ സർക്കാരും അതുപോലെ തന്നെ ഈ ഇടതുമുന്നണിയും ചേർന്ന് രഹസ്യധാരണ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളവും ഒരു രഹസ്യധാരണ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു ഡിമാൻഡ് പ്രതിപക്ഷത്തു നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ജനാധിപത്യ മര്യാദ അനുസരിച്ചാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. അത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു, ക്യാബിനറ്റ് എടുത്ത തീരുമാനമായിരുന്നു. അഴിമതി ആരോപണം ഉണ്ടായാൽ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം നടപടികൾ സ്വീകരിക്കേണ്ടത് ജനാധിപത്യത്തിന് അനിവാര്യമാണ്. അല്ലാണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലെയല്ല. ഏത് ആരോപണം വന്നാലും മിണ്ടാതിരിക്കുകയും ആരോപണങ്ങളൊക്കെ അലങ്കാരമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ഭരണകാലത്ത് അത് അന്വേഷണം നടത്താൻ തീരും. ഒരു ഒത്തുകളി ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇനി ദിവാകരന് വല്ല അറിയാമെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന് കാരണമറിയില്ല, പക്ഷേ പെട്ടെന്ന് സമരം തീരുകയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു ധാരണ എത്തിയിരിക്കുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ മുന്നണി നേതൃത്വം സംസാരിച്ച് ധാരണ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് മറുപടി പറയേണ്ടത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം അങ്ങനൊരു ധാരണയുള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി അതില്ല, ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ. അന്നൊക്കെ ഉയർന്നിട്ടൊരു അഭ്യൂഹം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണം CPMൻ്റെ നേതാക്കളിലേക്ക്, സംസ്ഥാന തലത്തിലുള്ള നേതാക്കളിലേക്ക് എത്തുന്നു. അത് ഒരു പോയിന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി CPM ഇവിടെ സമരം അവസാനിപ്പിക്കാം, നിങ്ങൾ അന്വേഷണം നിർത്തണം എന്നൊരു ധാരണ ആ രീതിയിൽ ഉണ്ടാക്കി എന്നൊരു ആരോപണമൊക്കെ ആ സമയത്ത് ഉയർന്നു വന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ല, അങ്ങനെ അതൊന്നും ശരിയായ നടപടിയല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. TP കേസിനകത്ത് ചെയ്യാൻ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് നിലയിലേക്ക് അത് പോകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ആളല്ല. ഏതായാലും അന്നങ്ങനെ തരത്തിലുള്ള ഒത്തുതീർപ്പോ ഏർപ്പാടോ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. സ്വാഭാവികമായ ഒരു സമരത്തോട് ഒരു സർക്കാർ സ്വീകരിക്കേണ്ട ഒരു ന്യായമായ തീർച്ചയായിട്ടും അന്നങ്ങനെയാണ് ചെയ്തത്. അല്ലാണ്ട് ഇന്നത്തെ പോലല്ല. ആരെന്ത് പറഞ്ഞാലും എന്ത് ആരോപണം ഉന്നയിച്ചാലും മിണ്ടാതിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആളുകൾ മറക്കുമെന്ന് കരുതുക. അങ്ങനെ കേരളത്തെ ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ജനാധിപത്യപരമായി ചെയ്ത ഒരു കാര്യമാണ്. അതിനകത്ത് CPM ആയിട്ടോ ഇടതുമുന്നണിയായിട്ടോ ഒരു കൂട്ടുകെട്ടുമെന്ന് തിരുവഞ്ചൂർ ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദി ശ്രീ രമേശ്. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ധാരണയോ ഒത്തുതീർപ്പോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളതായി തനിക്ക് അറിയില്ല. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കേസൊക്കെ അത്തരം ആരോപണങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ ഒത്തുതീർപ്പിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും ദിവാകരൻ്റെ ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ തള്ളുകയാണ് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളുടെ ഒരാളായ രമേശ് ചെന്നിത്തല. ഒരു സമരം ഉണ്ടാകുമ്പോൾ അതിനോട് അന്നത്തെ സർക്കാർ സ്വാഭാവികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയുണ്ട്. ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ്, രഹസ്യ ധാരണ ഈ സമരം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരു ഒത്തുതീർപ്പിനും ഒരിടത്തും പോയിട്ടില്ലെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആരുമായും സംസാരിച്ചിട്ടില്ല. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം അടക്കം LDF തനിക്ക് നൽകിയ കത്ത് UDF ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 8 പറഞ്ഞു. ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച് ഒത്തുതീർപ്പുകളൊന്നും നടന്നിട്ടില്ല. അതേസമയം സെക്രട്ടേറിയറ്റ് വളയുന്നതിന് വേണ്ടി CPM അന്ന് നടത്തിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ സ്വാഭാവികമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നിലപാടും നടപടികളും നമ്മൾ ചർച്ച ചെയ്യും. അത് ചെയ്തിട്ടുമുണ്ട്. അതല്ലാതെ സോളാർ കേസ് സംബന്ധിച്ച് ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹം കത്തുകൊണ്ട് എന്റെ കയ്യിലാണ് തന്നത്. ഞങ്ങൾ ആ കത്തെല്ലാം സ്വീകരിച്ചു. അത് UDF-ൽ ചർച്ച ചെയ്തു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പോകണം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായിരുന്നു അന്നത്തെ ഈ സോളാർ സംബന്ധിച്ചുള്ള അഴിമതിയെ സംബന്ധിച്ചുള്ള ആരോപണം. അത് വലിയ തോതിൽ അന്ന് ചർച്ചാ വിഷയമാകുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ഒക്കെ ചെയ്തൊരു ഘട്ടമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ
ഈ ഇടതുമുന്നണി സമരത്തിൽ നിന്ന് പിന്മാറി എന്നത് അന്ന് തന്നെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. പിന്നീട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് TP കേസിൻ്റെ അന്വേഷണം മറ്റ് പ്രമുഖരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒത്തുതീർപ്പ് നടത്തിയത് എന്നൊക്കെ. ഇപ്പോൾ അതിനൊക്കെ ഒരു സ്ഥിരീകരണം കിട്ടുന്നു എന്നതാണോ ഇപ്പോൾ ഈ സി ദിവാകരൻ്റെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? മനു, അതിനു മുമ്പും പിമ്പും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു സമരരൂപമായിരുന്നു സോളാറിൽ അഴിമതി ആരോപണത്തിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം. സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയ സമരം ദിവസങ്ങൾ നീണ്ടതോടുകൂടി സർക്കാർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി. രാജിയല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത തലത്തിലേക്ക് ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ കാര്യങ്ങൾ എത്തി. ആ സാഹചര്യത്തിലാണ് പൊടുന്നനെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണി വിജയാഘോഷത്തോടെ ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനമെന്ന സർക്കാർ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചത്. അന്ന് തന്നെ മനു സൂചിപ്പിച്ച പോലെ വലിയ ചർച്ചകൾക്കിത് തുടക്കമിട്ടിരുന്നു. എന്താണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം ഉയർത്തിയ പ്രതിപക്ഷം അതിൽ ഒരു തീരുമാനമുണ്ടാകും മുമ്പ് ജുഡീഷ്യൽ അന്വേഷണം എന്ന സർക്കാരിന്റെ വാഗ്ദാനത്തിന് മുന്നിൽ മുട്ടുമടക്കിയോ എന്ന ചോദ്യം ഉയർന്നു വന്നു. അതിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ടെന്ന സംശയം ഉയർന്നു വന്നു. ഇപ്പോൾ അന്ന് സമരത്തിന്റെ മുന്നണി പോരാളികൾ ഒരാളായിരുന്ന മുൻനിര നേതാവായിരുന്ന സി ദിവാകരൻ തന്നെ അതിൽ ഒരു രഹസ്യധാരണ ഉണ്ടായിട്ടുണ്ട്, ഇടത് മുന്നണിയും അന്നത്തെ സർക്കാരുമായി ധാരണ ഉണ്ടായെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇത് സംബന്ധിച്ച ദുരൂഹത വർദ്ധിക്കുകയാണ്. എന്താണ് ആ രഹസ്യധാരണ, എന്താണ് ഒത്തുതീർപ്പ് വ്യവസ്ഥകളെന്ന് ഇനി പറയേണ്ടത് അന്ന് ആ സമരത്തിന് നേതൃത്വം നൽകിയ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ ഈ ആരോപണത്തെ നിഷേധിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി പോലുള്ള കോൺഗ്രസ് നേതാക്കളും തന്നെയാണ്. വളരെ നന്ദി VV അരുൺ. സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ ഒരു ധാരണ, രഹസ്യധാരണ LDFും UDFും തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ് സി ദിവാകരൻ്റെ പ്രതികരണം. ന്യൂസ് 18നോടാണ് സി ദിവാകരൻ ഈ പ്രതികരണം നടത്തിയത്. ന്യൂസ് റൂം ലൈവിൽ ഇനിയൊരു ഇടവേള. കാര്യങ്ങൾ പോയതാണ്. പക്ഷേ പെട്ടെന്ന് സമരസമിതി അന്ന് രാവിലെ പോലും സമരസമിതി പ്രധാന നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ നേതാക്കൾ വളരെ പെട്ടെന്ന് ആദ്യം സമരപ്പന്തൽ യോഗം ചേർന്നു. പിന്നീട് AKG സെന്ററിൽ മുന്നണി യോഗം ചേർന്നു. അതിനുശേഷം പുറത്തിറങ്ങി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് കാൽനടയായി സമര കേന്ദ്രത്തിലേക്ക് കാൽനടയായി എത്തി അവിടെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. സോളാർ സമരം ഈ രൂപത്തിൽ അവസാനിപ്പിക്കുന്നു, തുടർ സമരവുമായി മുന്നോട്ട് പോകും. അന്ന് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു കേട്ടൊരു ചോദ്യമാണ്, ഇത്തരത്തിൽ സർക്കാർ ഇത്രയധികം പ്രതിരോധത്തിലാകുമ്പോൾ എന്തുകൊണ്ട് ഈ സമരം നിർത്തുന്നു, എങ്ങനെയാണ് സ്വിച്ചിട്ട പോലെ സമരം അവസാനിച്ചതെന്ന ചോദ്യം ശക്തമായി തന്നെ ഉയർന്നു വന്നു. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളും ഇങ്ങനെ സമരം തീരാൻ കാരണം ചില രഹസ്യ ധാരണകളാണ് തരത്തിലുള്ള ആരോപണം പുറത്തു വന്നതാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അന്ന് ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അതിന് സ്ഥിരീകരണം നൽകുകയാണ്, അത് ശരിയെന്ന് പറയുകയാണ്. അന്ന് സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന അന്നത്തെ MLA CPIയുടെ ദേശീയ കൗൺസിൽ അംഗം ഈ സമരസമിതിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ സി ദിവാകരൻ. അദ്ദേഹം തലസ്ഥാനത്തെ പ്രധാന നേതാവാണെന്ന് അദ്ദേഹം ഈ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാനൊക്കെ ഞെട്ടിപ്പോയി ഈ ഒരു സമരം തീരുന്നു എന്നറിഞ്ഞപ്പോൾ എന്നാണ്. അതായത് ആ AK സെന്ററിന്റെ പടവുകൾ താൻ നിരാശയോടെ ഇറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം അവിടെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മോട് പറയുമ്പോൾ ഒന്നുകൂടി കടത്തി പറഞ്ഞു, ഇതൊക്കെ വ്യക്തമായ ധാരണയാണ്. അന്നത്തെ സർക്കാരായ UDF സർക്കാരും മുന്നണി നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണയാണ് ഇങ്ങനെ ഈ സമരം അവസാനിപ്പിക്കാൻ കാരണമായത്. തിരുവഞ്ചൂരാണ് ധാരണയ്ക്ക് മുൻകൈയെടുത്തത്. ഉമ്മൻചാണ്ടി രാജിവെക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അതിനനുവദിക്കാതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിൽ നിന്ന് സമരം അവസാനിപ്പിക്കുകയും അവിടെ ഉമ്മൻചാണ്ടി രക്ഷപ്പെടുകയുമായിരുന്നു തന്നെയാണ് ഇപ്പോൾ സി ദിവാകരൻ പറയുന്നത്. സ്വാഭാവികമായും അത് കണ്ടോ കേട്ടോ അറിഞ്ഞ ഒരാളല്ല പറയുന്നത്. ആ സമരത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് സമരം നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ സി ദിവാകരനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നത് അതിന്റെ ഗൗരവം പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൃഷ്ണരാജ്, സോളാർ സമരം തീർത്തതിനു പിന്നിൽ രഹസ്യധാരണയെന്ന വിവാദ വെളിപ്പെടുത്തലുമായി സി ദിവാകരൻ. ഉമ്മൻചാണ്ടി സർക്കാരും ഇടതുമുന്നണിയുമായി ധാരണയിലെത്തി. എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു, തുടർന്ന് ധാരണയിലെത്തിയെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും പാർട്ടി നേതാക്കൾ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിന് മുൻകൈയെടുത്തതെന്നും സി ദിവാകരൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഞാനത് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു, സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്, എന്തും നടക്കും. ഉമ്മൻചാണ്ടി കേന്ദ്രത്തിനോട് സഹായം വരുത്തി, മിലിറ്ററി വന്നു, കേരളത്തിന് സെക്രട്ടേറിയറ്റ് ഡിക്ലെയർ ചെയ്തു ഹോളിഡേയ്സ് 2 ദിവസത്തേക്ക്. അപ്പോൾ വല്ലാത്ത ഒരു ഇത് വന്നു. ഞങ്ങളാണെങ്കിൽ നല്ല ഉറച്ചു നിൽക്കുകയാണ്.
അന്നേരമാണ് എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു. LDFുമായിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ് ആ ധാരണ അനുസരിച്ച് എന്നോട്, ഞാൻ സെക്രട്ടറിയുടെ ഇടയിരിക്കുകയായിരുന്നു, എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒരു ധാരണ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തീരെയാണ്. അണ്ടർഗ്രൗണ്ട് ധാരണയായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ എങ്കിലും കുഴപ്പമില്ല, പാർട്ടി തീരുമാനം LDF അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. AK സെൻറ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി ഇത് കേട്ട് AKG സെൻറ്ററിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്ത് സംഭവിച്ചു എന്നുള്ളത്, ആ സമരം അങ്ങനെ കൊണ്ട് പോയാൽ എന്താണ്, ദോഷം ചെയ്യുമോ, അത് തിരിച്ചടി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും. ഒരു അൺവീൽഡിങ് സമരമായിരുന്നു. നിയന്ത്രണാതീതമായി എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ LDFിൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ട് ഒരു കണക്കിന് ആ സമയത്ത് അത് വിഡ്രായത് നന്നായി പോയി. LDFിന്റെ ധാരണയാണോ CPM നേതൃത്വം കോൺഗ്രസ്? ഇല്ല, LDF ധാരണയാണത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്. പുള്ളി മുൻകൈ എടുത്ത് ജുഡീഷ്യൽ എൻക്വയറി എല്ലാം അംഗീകരിച്ചു. അതിലാണ് ജുഡീഷ്യൽ എൻക്വയറി വെച്ചത്. അത് തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നത്. ആ ശിവരാജ് അയാൾ 4-5 കോടി രൂപയും വാങ്ങിച്ച് ഇന്നലെ ഒരു കാണാപ്പെടാന്നൊരു റിപ്പോർട്ട് വെച്ച് ഓരോരുത്തർ എത്ര തവണയാണ് സരിതയെ അല്ലേ, സരിതയല്ലേ എന്ന് സരിത ആരെല്ലാം ഉപയോഗിച്ചെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നു. വേണുഗോപാൽ നായർ എത്ര തവണയാണ്. വാർത്തകൾ തുടരുന്നു. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക്. ലഹരി നൽകി പീഡിപ്പിച്ച് താമരശ്ശേരി ചുരത്തിൽ ഉപേക്ഷിച്ചു എന്ന പരാതിയുമായി കോളേജ് വിദ്യാർത്ഥിനി. കൂമ്പാര സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ഈ മാസം 30-നാണ് പുതുപ്പാടിയിൽ നിന്നും വിദ്യാർത്ഥിനിയെ കാണാതായത്. ഇന്നലെ രാത്രിയാണ് താമരശ്ശേരി ചുരത്തിൽ വിദ്യാർത്ഥിനിയെ ഇറക്കിവിട്ടത്. തുടർന്ന് വിദ്യാർത്ഥിനി പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സിദ്ദിഖ് പാനൂർ ചേരുന്നു. സിദ്ദിഖ് പന്നൂർ, ഈ യുവതിയെ എങ്ങനെയാണ് ഇവർ കൊണ്ടുപോയത്? വിവാഹ വാഗ്ദാനം നൽകിയാണ് കൊണ്ടുപോയത് എന്നൊക്കെ തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നു. അത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? മനു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചൊവ്വാഴ്ച ഈ വിദ്യാർത്ഥിനി കോളേജിൽ എത്തിയിരുന്നില്ല. ഈ കോളേജിന് സമീപത്ത് പുതുപ്പാടിയിലെ ഒരു സ്വകാര്യ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനി കോളേജിന് സമീപത്തായി പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് വീട്ടിലേക്കെന്ന് പറഞ്ഞ് പോയി എന്നറിഞ്ഞു. എന്നാൽ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കി, അതായത് കോളേജിൽ നിന്ന് അന്വേഷിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷിതാവ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ്. ഇന്നലെയാണ് പരാതി നൽകിയത്. ഇത് പ്രകാരം ഇന്നലെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ കേസന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രിയിൽ ഈ പെൺകുട്ടി തന്നെ രക്ഷിതാവിനെ വിളിച്ചറിയിക്കുന്നത് താമരശ്ശേരി ചുരത്തിൽ ഉണ്ട് എന്ന രീതിയിൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് പെൺകുട്ടി പിന്നീട് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്, കോളേജിലേക്ക്, ഈ താമസ സ്ഥലത്ത് നിന്നും കോളേജിലേക്ക് നടന്നു പോകുന്ന വഴി ഒരു ചെറുപ്പക്കാരൻ എത്തുകയും പരിചയപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഫോൺ നമ്പർ നൽകി തന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് താൻ വിളിച്ച സമയത്ത് തന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാമെന്നും പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് അത്രത്തോളം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഏത് രീതിയിലാണ് ഈ പെൺകുട്ടിയെ വലയിലാക്കിയത് എന്നത് സംബന്ധിച്ച് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം മയക്കുമരുന്ന് നൽകി അടിമയാക്കിയതാവാം എന്നൊരു സംശയവും ഇതിൽ നിലനിൽക്കുന്നു. ഏതായാലും കാറിൽ കയറ്റി കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിൽ എറണാകുളം ഉൾപ്പെടെ എത്തിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ലഹരി നൽകി പീഡിപ്പിച്ചു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഒരാൾ മാത്രമാണ് ഇത് ചെയ്തത് എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. പെൺകുട്ടിയും ആ രീതിയിലാണ് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ മറ്റാരെങ്കിലും കൂടുതൽ ആളുകൾ പീഡനത്തിന് ഇരയാക്കിയോ എന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം പോലീസ് തുടർന്നുള്ള മണിക്കൂറുകൾ അന്വേഷിക്കും. ആദ്യമായി ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പെൺകുട്ടി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ പ്രതിയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായി ഈ പ്രതിയുടെ ഫോൺ നമ്പറൊക്കെ ഈ പെൺകുട്ടിക്ക് നൽകിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായ നമ്പറുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസിന് പ്രതിയെ എളുപ്പമായിരിക്കും. പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏതാനും മണിക്കൂറുകൾ മുന്നേ വരെ പ്രതിയുടെ മൊബൈൽ ഫോണൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തതായ ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പോലീസ്
അല്പസമയത്തിനുള്ളിൽ തന്നെ, കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതിയെ ലൊക്കേറ്റ് ചെയ്യാനാവുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇത് പ്രധാനമായും ലഹരി മാഫിയ തന്നെയാണ് ഈ പുറകിൽ എന്നാണ് നമ്മൾ കരുതേണ്ടത് അല്ലേ? ഏതായാലും വളരെ നന്ദി സിദ്ദീഖ് വിവരങ്ങൾ നൽകിയതിന്. ലഹരി നൽകി പീഡിപ്പിച്ച് താമരശ്ശേരി ചുരത്തിലാണ് വിദ്യാർത്ഥിനിയെ ഉപേക്ഷിച്ചത്. അത് സംബന്ധിച്ച് വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ് സിദ്ദീഖ് നമ്മളുമായി പങ്കുവച്ചത്. ഇനിയൊരു ചെറിയ ഇടവേളയിലേക്ക്. അങ്ങനെ ഒരു റിപ്പോർട്ട് അതിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അതൊക്കെ പോയി ചീറ്റി പോയി. അത് ആ സമരം അങ്ങനെ പോകുന്നത് അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാൾ അങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ ഇവർ സമ്മതിച്ചില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചില്ല. അത് അങ്ങനെയാണ്. അത് പിന്നെ വേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചട്ടപ്പടി സമരങ്ങളാണ്. പല സമരങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുമുള്ളതല്ല. തൊഴിലാളി വർഗം കുറേ കൂടി ശക്തമായ അവരുടെ ഇടപെടൽ ഗവൺമെൻറ് തലത്തിലുണ്ടാവണം. തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചേനെ എന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും സി ദിവാകരൻ പറഞ്ഞു. എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണൊപ്പം ചേരുന്നു. അരുൺ, ഈ സോളാർ സമരകാലത്ത് അത് പെട്ടെന്ന് അവസാനിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റാണ്, ധാരണയുണ്ടെന്നൊക്കെ ഉപരിതലത്തിൽ ഉറക്കെ കേട്ടതാണ്. അത്തരം ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്നതോ സി ദിവാകരന്റെ വാക്കുകൾ? കൃഷ്ണരാജെ, സോളാർ കേസിൽ ആരോപണവിധേയനായ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി നടത്തിയ സമരമാണ്, സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് പിന്നീട് സോളാർ സമരമെന്ന സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായി മാറിയത്. ഓഗസ്റ്റ് 12 രാവിലെ ആരംഭിച്ച സമരം പിന്നീട് ആ സമരം സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിച്ചു. തലസ്ഥാനം നഗരം മുഴുവൻ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം സമരത്തിന്റെ ശക്തി കുറയ്ക്കാൻ ഉമ്മൻചാണ്ടി അന്ന് 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി നൽകിയ അസാധാരണ സംഭവമുണ്ടായി. ഉമ്മൻചാണ്ടി രാജിവെക്കുമെന്ന സൂചനകളിലേക്ക് ആ ഘട്ടത്തിൽ കാര്യങ്ങൾ പോയതാണ്. പക്ഷേ പെട്ടെന്ന് സമരസമിതി അന്ന് രാവിലെ പോലും സമരസമിതിയുടെ പ്രധാന നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സമരം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ നേതാക്കൾ വളരെ പെട്ടെന്ന് ആദ്യം സമരപ്പന്തൽ യോഗം ചേർന്നു. പിന്നീട് AKG സെന്ററിൽ മുന്നണി യോഗം ചേർന്നു. അതിനുശേഷം പുറത്തിറങ്ങി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് കാൽനടയായി, സമര കേന്ദ്രത്തിലേക്ക് കാൽനടയായി എത്തി അവിടെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. സോളാർ സമരം ഈ രൂപത്തിൽ അവസാനിപ്പിക്കുന്നു, തുടർ സമരവുമായി മുന്നോട്ട് പോകും. അന്ന് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു കേട്ട ചോദ്യമാണ്, ഇത്തരത്തിൽ സർക്കാർ ഇത്രയധികം പ്രതിരോധത്തിലാകുമ്പോൾ എന്തുകൊണ്ട് ഈ സമരം നിർത്തുന്നു, എങ്ങനെയാണ് സ്വിച്ചിട്ട പോലെ സമരം അവസാനിച്ചതെന്ന ചോദ്യം ശക്തമായി തന്നെ ഉയർന്നു വന്നു. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളും ഇങ്ങനെ സമരം തീരാൻ കാരണം ചില രഹസ്യ ധാരണകളാണ് തരത്തിലുള്ള ആരോപണം പുറത്തു വന്നതാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അന്ന് ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അതിന് സ്ഥിരീകരണം നൽകുകയാണ്, അത് ശരിയെന്ന് പറയുകയാണ്. അന്ന് സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന അന്നത്തെ MLA, CPIയുടെ ദേശീയ കൗൺസിൽ അംഗം, ഈ സമരസമിതിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ സി ദിവാകരൻ. അദ്ദേഹം തലസ്ഥാനത്തെ പ്രധാന നേതാവാണെന്ന് അദ്ദേഹം ഈ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊക്കെ ഞെട്ടിപ്പോയി ഈ ഒരു സമരം തീരുന്നു എന്നറിഞ്ഞപ്പോൾ എന്നാണ്. അതായത് ആ AK സെന്ററിന്റെ പടവുകൾ താൻ നിരാശയോടെ ഇറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം അവിടെ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മോട് പറയുമ്പോൾ ഒന്നുകൂടി കടത്തി പറഞ്ഞു, ഇതൊക്കെ വ്യക്തമായ ധാരണയാണ്. അന്നത്തെ സർക്കാരായ UDF സർക്കാരും മുന്നണി നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണയാണ് ഇങ്ങനെ ഈ സമരം അവസാനിപ്പിക്കാൻ കാരണമായത്. തിരുവഞ്ചൂരാണ് ധാരണയ്ക്ക് മുൻകൈയെടുത്തത്. ഉമ്മൻചാണ്ടി രാജിവെക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അതിനനുവദിക്കാതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിൽ നിന്ന് സമരം അവസാനിപ്പിക്കുകയും അവിടെ ഉമ്മൻചാണ്ടി രക്ഷപ്പെടുകയുമായിരുന്നു തന്നെയാണ് ഇപ്പോൾ സി ദിവാകരൻ പറയുന്നത്. സ്വാഭാവികമായും അത് കണ്ടോ കേട്ടോ അറിഞ്ഞ ഒരാളല്ല പറയുന്നത്. ആ സമരത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് സമരം നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ സി ദിവാകരനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നത് അതിന്റെ ഗൗരവം, പ്രാധാന്യം. മംഗളൂരുവിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ഗുണ്ട ആക്രമണം. ഇതര മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുമായി സോമേശ്വരം ബീച്ചിലെത്തിയപ്പോഴാണ് 3 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകരായ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
അവധി ആഘോഷിക്കാനായി ഉള്ളാൾ സോമേശ്വർ ബീച്ചിലെത്തിയ ദേർലക്കട്ടയിലെ പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് സദാചാര ഗുണ്ട ആക്രമണമുണ്ടായത്. ഇതര മതസ്ഥരിൽപ്പെട്ട സഹപാഠികളോടൊപ്പം ബീച്ചിലെത്തിയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനമേറ്റ കാസർഗോഡ് സ്വദേശികളായ സഫർ ഷെരീഫ്, മുജീബ്, ആഷിഖ് എന്നിവരെ ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലും ബെൽറ്റും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ ബന്ധു. ഇവരെ തെരഞ്ഞു പിടിച്ചിട്ട് ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരെ തെരഞ്ഞു പിടിച്ചിട്ട് ഐഡൻറ്റി കാർഡ് കാര്യങ്ങൾ ചോദിച്ചു. ഇവർ വിസമ്മതിച്ചപ്പോൾ ഇവർ അസഭ്യം പറഞ്ഞുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് 6 പേരുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യുമ്പോൾ. പിന്നെ അവർ ആൾക്കാരൊക്കെ കൂടി 30-20 പേരുണ്ടെന്നാണ് പറയുന്നവർ. ബെൽറ്റ് ഊരിയിട്ട് പിന്നെ വടി കൊണ്ട് കല്ലുകൊണ്ടൊക്കെ മുഖത്ത് കുത്തി, പിന്നെ വളയിൽ തലക്കൊക്കെ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. വലിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും, മുടി പിടിച്ചിട്ട്. തലപ്പാടി ഉള്ളാൾ സ്വദേശികളാണ് അറസ്റ്റിലായവർ. ഇവർ തീവ്ര ഹിന്ദു സംഘടനാ പ്രവർത്തകരാണെന്ന് പോലീസ്. മർദ്ദനമേറ്റവർക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളെ സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിച്ചു. നേരത്തെയും മംഗളൂരുവിൽ സമാന രീതിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ സദാചാര ഗുണ്ടാക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം ഓച്ചിറയിൽ പഞ്ചായത്ത് ഓഫീസിന് തീപിടിച്ചു. പുലർച്ചെ 6 മണിയോടെയാണ് അഗ്നിബാധ ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് 2 ടൺ പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭ ഹെൽത്ത് സ്ക്വാഡും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മത്സ്യം പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മത്സ്യമാണ് പിടികൂടിയത്. സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചെങ്കിലും കൊച്ചി നഗരത്തിൽ മാലിന്യ നീക്കം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. നഗരത്തിൽ പലയിടങ്ങളിലും തുടർച്ചയായ 2ാം ദിവസവും മാലിന്യ നീക്കം തടസ്സപ്പെട്ടു. റോഡരികിൽ മാലിന്യം കുന്നുകൂടുകയാണ്. തെരുവു നായ്ക്കൾ റോഡിലേക്ക് മാലിന്യം വലിച്ചുകൊണ്ടിടുന്നത് ദുർഗന്ധം വമിക്കുന്നതും നഗരജീവിതത്തെ ദുസ്സഹമാക്കുന്നു. ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം അനിശ്ചിതാവസ്ഥയിലായിരുന്നു. അതിന് പരിഹാരമായി സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചെങ്കിലും മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധിക്ക് അയവില്ല. നഗരകേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ് ചീഞ്ഞു നാറുന്ന മാലിന്യം. ദുർഗന്ധം വമിക്കുന്ന മാലിന്യം നായ്ക്കളും കാക്കകളും കൊത്തിവലിക്കുന്ന കാഴ്ചകളാണ് മെട്രോ നഗരത്തിൽ നിന്നും കാണാനാവുന്നത്. പനമ്പള്ളി നഗർ, വടുതല, കടവന്ത്ര, കത്രക്കടവ്, പാലാരിവട്ടം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പരിസരം തുടങ്ങി നഗരത്തിന്റെ മുക്കിലും മൂലയിലും റോഡരികിൽ മാലിന്യക്കൂനകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് എടുത്തു കൊണ്ടുപോകാൻ പലപ്പോഴും കോർപ്പറേഷൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ഇവിടെ കൊണ്ടുവിടാൻ സാധ്യതയുണ്ട്. ഈ വീട്ടിൽ നിന്നൊക്കെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് അല്ല ഇവർ എടുക്കത്തില്ല. നമ്മളിപ്പോ ഇന്നലത്തെ ഒരു ഫുഡ് വേസ്റ്റ് ആയിട്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇന്നലെ എടുത്തിട്ടില്ല. സ്വകാര്യ ഏജൻസികൾക്ക് ആവശ്യത്തിന് വാഹനമില്ലാത്തതും പരിചയക്കുറവും ശേഖരണത്തെ ബാധിക്കുന്നുണ്ട്. കൃത്യമായ ഒരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ വന്നത് എങ്ങനെയാണ് ഈ ഏജൻസി കളക്ട് ചെയ്യുന്നത് എന്ന് പോലും പരിശോധിക്കാതെയും ഏജൻസിക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് എത്ര ലോറി വേണമെന്ന് പോലും ഉദ്യോഗസ്ഥർ തന്നിട്ടുണ്ടായില്ല വിവരം. അതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. സ്വകാര്യ ഏജൻസികൾക്ക് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തരംതിരിച്ചു നൽകണം. അശാസ്ത്രീയമായ തരംതിരിക്കൽ നടക്കുന്നതും റോഡരികിൽ തന്നെ. പ്ലാസ്റ്റിക് വേറെ, ഫുഡ് വേറെ. മാലിന്യ നീക്കം നടക്കാത്തതിനാൽ ശുചീകരണ തൊഴിലാളികളും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇന്നലെ ശേഖരിച്ച മാലിന്യം കൊണ്ടുപോകാത്തത് മൂലം വീടുകളിൽ നിന്ന് ഇന്ന് മാലിന്യങ്ങൾ ശേഖരിച്ചിട്ടുമില്ല. 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് വന്നോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 5 മണിക്ക് കൃത്യമായിട്ട് വണ്ടിയില്ല, ഇപ്പൊ വരെ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇത് വല്ല ആൾക്കാരെ വായിരിക്കണേം കേൾക്കുകയും ചെയ്യണം. ഞങ്ങൾ വീടുകളിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകണില്ലേ എന്നും പറഞ്ഞുള്ള ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധനം തള്ളി അവിടെ നിന്നൊക്കെ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്നാൽ ഇവിടെ വെക്കണത്. ഇത് ഒരു 9 മണിക്കുള്ളിൽ ഇത് പോയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഈ വേസ്റ്റിൽ നിന്ന് വെള്ളം ഒഴുകി നിലത്ത് വീണ് അവിടെ പുഴുവും വളരെ
സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ ശേഖരണത്തിൽ സ്വകാര്യ ഏജൻസികൾ പര്യാപ്തമാണെന്നാണ് ശുചിത്വ മിഷനും കോർപ്പറേഷനും ഒരുപോലെ വിശദമാക്കുന്നത്. എന്നാൽ വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണം പോലും അവതാളത്തിലാകുന്നതാണ് നിലവിലെ സാഹചര്യം. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. ഇടവേള. സോളാർ സമരം തീർത്തതിനു പിന്നിൽ രഹസ്യധാരണയെന്ന വിവാദ വെളിപ്പെടുത്തലുമായി സി ദിവാകരൻ. ഉമ്മൻചാണ്ടി സർക്കാരും ഇടതുമുന്നണിയുമായി ധാരണയിലെത്തി. എന്തോ ഒരു സംഭാഷണം എവിടെയോ നടന്നു. തുടർന്ന് ധാരണയിലെത്തിയെന്നും സമരം അവസാനിപ്പിക്കുകയാണെന്നും പാർട്ടി നേതാക്കൾ അറിയിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇതിന് മുൻകൈയെടുത്തതെന്നും സി ദിവാകരൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഞാനത് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കുകയാണ്. എന്തും നടക്കും. ഉമ്മൻചാണ്ടി കേന്ദ്രത്തിനോട് സഹായം പെടുത്തി. മിലിറ്ററി വന്നു. കേരളത്തിന് സെക്രട്ടേറിയറ്റ് ഡിക്ലെയർ ചെയ്തു ഹോളിഡേയ്സ് 2 ദിവസത്തേക്ക്. അപ്പോൾ വല്ലാത്ത ഒരു ഇത് വന്നു. ഞങ്ങളാണെങ്കിൽ നല്ല ഉറച്ച് നിൽക്കുകയാണ്. അന്നേരമാണ് എന്തോ ഒരു സംഭാഷണം ഇവിടെ നടന്നു. LDFുമായിട്ട് ഒരു ധാരണയിലെത്തും പോലെ ഗവൺമെൻറ് ആ ധാരണ അനുസരിച്ച് എന്നോട്, ഞാൻ സെക്രട്ടറിയുടെ ഇരിക്കുകയായിരുന്നു, എന്നോട് എൻ്റെ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞൊരു ധാരണ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് തീരെയാണ്. അണ്ടർഗ്രൗണ്ട് ധാരണയായിരുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾ ഇതിൽ കുഴപ്പമില്ല, പാർട്ടി തീരുമാനം LDF അല്ലേ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. AK സെൻറ്ററിൽ വിളിച്ച് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിശബ്ദനായി ഇത് കേട്ട് AKG സെൻറ്ററിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്ത് സംഭവിച്ചു എന്നുള്ളത്, ആ സമരം അങ്ങനെ കൊണ്ട് പോയാൽ എന്താണ്, ദോഷം ചെയ്യുമോ, അത് തിരിച്ചടി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതായിരിക്കും. ഒരു അൺവീൽഡിങ് സമരമായിരുന്നു. നിയന്ത്രണാതീതമായി എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ LDFിൻ്റെ തലയിലായിരിക്കും. അതുകൊണ്ട് ഒരു കണക്കിന് ആ സമയത്ത് അത് വിഡ്രായത് നന്നായി പോയി. LDFിന്റെ ധാരണയാണോ CPM നേതൃത്വം കോൺഗ്രസ്? ഇല്ല, LDF ധാരണയാണത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്. പുള്ളി മുൻകൈ എടുത്ത് ജുഡീഷ്യൽ എൻക്വയറി എല്ലാം അംഗീകരിച്ചു. അതിലാണ് ജുഡീഷ്യൽ എൻക്വയറി വെച്ചത്. അത് തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നത്. ആ ശിവരാജ് അയാൾ 4-5 കോടി രൂപയും വാങ്ങിച്ച് ഇന്നലെ ഒരു കാണാപ്പെടാന്നൊരു റിപ്പോർട്ട് വെച്ച് ഓരോരുത്തർ എത്ര തവണയാണ് സരിതയെ അല്ലേ, സരിതയല്ലേ എന്ന് സരിതയെ ആരെല്ലാം ഉപയോഗിച്ചെന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നത്. വേണുഗോപാൽ എത്ര തവണയാണ് ഉപയോഗിച്ചത്, അങ്ങനെ ഒരു റിപ്പോർട്ട് അതിവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അതൊക്കെ പോയി ചീറ്റിപ്പോയി. അത് ആ സമരം അങ്ങനെ പോകുന്നത് അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. അതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് അത് രാജിവെക്കണമെന്ന് വന്ന് രാജിവെച്ച് പോകണം, അതാണ് നല്ലത്. അയാളങ്ങനെ ടൈപ്പാണല്ലോ. പക്ഷേ ഇവർ സമ്മതിച്ചില്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമ്മതിച്ചില്ല. അത് അങ്ങനെയാണ്. അത് പിന്നെ വേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചട്ടപ്പടി സമരങ്ങളാണ്. പല സമരങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുമുള്ളതല്ല. തൊഴിലാളി വർഗം കുറേ കൂടി ശക്തമായ അവരുടെ ഇടപെടൽ ഗവൺമെൻറ് തലത്തിലുണ്ടാവണം. തിരുവഞ്ചൂർ മുൻകൈയെടുത്താണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സമരം അങ്ങനെ തീരേണ്ടതായിരുന്നില്ല. ഉമ്മൻചാണ്ടി രാജിവെച്ചേനെ എന്നും തിരുവഞ്ചൂരാണ് അനുവദിക്കാത്തതെന്നും സി ദിവാകരൻ പറഞ്ഞു. എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണൊപ്പം ചേരുന്നു. അരുൺ, ഈ സോളാർ സമരകാലത്ത് അത് പെട്ടെന്ന് അവസാനിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റാണ്, ധാരണയുണ്ടെന്നൊക്കെ ഉപരിതലത്തിൽ ഉറക്കെ കേട്ടതാണ്. അത്തരം ആരോപണങ്ങളെ സ്ഥിരീകരിക്കുന്നതോ സി ദിവാകരന്റെ വാക്കുകൾ? കൃഷ്ണരാജയെ സോളാർ കേസിൽ ആരോപണവിധേയനായ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി നടത്തിയ സമരമാണ്, സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് പിന്നീട് സോളാർ സമരമെന്ന സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായി മാറിയത്. 2013 ഓഗസ്റ്റ് 12 രാവിലെ ആരംഭിച്ച സമരം പിന്നീട് ആ സമരം സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിച്ചു. തലസ്ഥാനം നഗരം മുഴുവൻ സ്തംഭിക്കുന്ന
വാർത്തകൾ തുടരുന്നു. US-ലെ കേരള സഭയിലെ പണപ്പിരിവിൽ വിവാദം തുടരുന്നു. ബക്കറ്റ് പിരിവിൻ്റെ പരിഷ്കൃത രൂപമാണ് അമേരിക്കയിലെ പണപ്പിരിവെന്നും മുഖ്യമന്ത്രി പിന്മാറണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ പിരിവിനെ CPM നേതാക്കൾ ന്യായീകരിച്ചു. മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ അടുത്തിരിക്കണമെങ്കിൽ പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധികളെ കൂട്ടി നടത്തുന്ന സമ്മേളനം കൊണ്ട് സാധാരണ പ്രവാസികൾക്ക് ഒരു പ്രയോജനവുമില്ല. പൂച്ച പാല് കുടിക്കും പോലെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നതായും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ലോക കേരള സഭ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കോ പ്രവാസികൾക്കോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എല്ലാം ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ലോക കേരള സഭയിൽ ഞാൻ പങ്കെടുത്തതാണ്. അന്ന് പ്രതിപക്ഷ നേതാവിനെ വൈസ് ചെയർമാനുമാക്കി. പക്ഷേ തുടർന്നുള്ള നടപടികൾ പരിശോധിച്ചപ്പോഴാണ് ഇതൊരു ധൂർത്താണെന്നും വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണെന്നും മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് ബഹിഷ്കരിക്കാൻ കഴിഞ്ഞ 2 വർഷം തീരുമാനിച്ചത്. ഇവിടെ അമേരിക്കയിൽ മുഖ്യമന്ത്രി പോകുന്നു. മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കാണണമെങ്കിൽ പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കണമെങ്കിൽ പണം കൊടുക്കണമെന്ന് പറഞ്ഞത് എന്ത് ഏർപ്പാടാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമല്ലേ? എന്താണ് ഇവിടെ നടക്കുന്നത്? പ്രവാസികൾ മനസ്സറിഞ്ഞ് നൽകുന്നതിൽ അസൂയ എന്തിനാണ് എന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. പ്രതിപക്ഷം വിചാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇകഴ്ത്താൻ ആകില്ല. പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ KPCC ജനറൽ സെക്രട്ടറിയുടെ അറസ്റ്റ് മറച്ചുവെക്കാനാണ് വിവാദങ്ങളെന്നും AK ബാലൻ വിമർശിച്ചു. പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ എന്തോ അസുഖമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു 33 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഊർജം കൊണ്ടും ഭേദപ്പെടുന്നതല്ല ഇത്. 400 kV നിന്ന് നേരിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്താൽ എന്നാൽ തന്നെ ട്രാൻസ്ഫോർമർ പൊട്ടിപ്പോകും. സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കണം. അവരുടെ യാത്ര, അതുപോലെ തന്നെ അവരുടെ അക്കമഡേഷൻ, അവരുടെ ഭക്ഷണം, അവരുടെ കമ്പനിയുടെ പ്രചരണം. കമ്പനിയുടെ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള പ്രചരണമല്ല. നമ്മുടെ ഡിജിറ്റൽ വാളിലുണ്ടല്ലോ അതിമനോഹരമായ പശ്ചാത്തല സംഗീതം വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ്. ഇതിലെന്താ തെറ്റ്? എന്താ അപാകത? പണ്ട് വരെ ആരും വാങ്ങിയിട്ടില്ലേ? കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി വിദേശത്ത് നടക്കുന്ന സമയത്ത് കേരള ഗവൺമെന്റിന്റെ ഖജാനാവിൽ നിന്ന് കാശെടുക്കാൻ നമുക്ക് കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. എന്നിട്ട് ഇപ്പൊ പറയാ 82 ലക്ഷം രൂപ കൊടുത്ത മുഖ്യമന്ത്രിന്റെ കൂടെ ഇരിക്കാൻ. ഇതുപോലുള്ള ശുദ്ധ അസംബന്ധം ആരെങ്കിലും പറയുക? അപ്പൊ ഇത് ഒരു അസുഖമാണ്. ഇത് പെട്ടെന്നൊന്നും മാറുന്നതല്ല. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെയും ഇമേജ് എന്ന് പറയുന്നത് മറ്റൊരിക്കലും കാണാത്ത രൂപത്തിൽ ഉയർന്നിരിക്കുന്നു. ജമ്മു കശ്മീരിലെ രജൌറിയിൽ ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചു. സൈന്യവും ജമ്മു കശ്മീർ പോലീസും നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഭീകരനെ വധിച്ചത്. ദസൽ ഗുജ്റാൻ വനമേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വെടിവെപ്പുണ്ടായി. പൊതുവേദിയിൽ തട്ടിവീണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കൊളറാഡോയിലെ വ്യോമസേന അക്കാദമിയിലെ ബിരുദദാന ചടങ്ങിനിടെയാണ് സംഭവം. 1.5 മണിക്കൂറോളം വേദിയിൽ നിന്ന ശേഷം മടങ്ങുമ്പോഴാണ് ജോ ബൈഡൻ വീണത്. ജോ ബൈഡന് പരിക്കില്ലെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5600 രൂപ, പവന് 44,800 രൂപ, വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോ 79,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3604 രൂപ, ഔൺസിന് 1,12,097 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.